എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാളു ഗുരുവായൂർ. ഞാൻ ഷൈജു പുന്നപ്ര. അന്തിക്കാട് വള്ളൂർ ആലുംതാഴം ശ്രീ മഹാവരാഹി ദേവി ക്ഷേത്രം, അതായത് നമ്മുടെ കേരളത്തിലെ ഏക വരാഹി ക്ഷേത്രം എന്നാണ് ഇതിനെ വിശേഷപ്പെടുത്തുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ പ്രതിഷ്ഠകളും എവിടെ ഉണ്ടെങ്കിലും വരാഹി ക്ഷേത്രം എന്ന് പറയുന്നത് അന്തിക്കാട് വള്ളൂർ ആലുംതാഴം ക്ഷേത്രം തന്നെയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കലപ്പ വഴിപാടാണ്. നമ്മളുടെ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും അതെന്തും ആയിക്കോട്ടെ, നല്ല നല്ല കാര്യങ്ങൾ എന്തും ആയിക്കോട്ടെ, വീട് വെക്കുന്ന ഒരു ചടങ്ങാണെങ്കിലും ഇനിയിപ്പം ബിസിനസ് ആവശ്യമാണെങ്കിലും നമുക്ക് നടക്കേണ്ട കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ മനം നൊന്ത് പ്രാർത്ഥിച്ചാൽ നടക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രത്യേക വഴിപാട് എന്ന് പറയുന്നത് കലപ്പ വഴിപാടാണ്. ഈ വഴിപാടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ മണ്ണ് എടുത്ത് കഴുകി ഉണക്കി അരിച്ചെടുത്തിട്ട് ഇവിടെ വന്ന് അത് സമർപ്പിച്ചാലേ എന്താണോ നമ്മളെ ബുദ്ധിമുട്ട് അതെല്ലാം മാറ്റിത്തരും എന്നാണ് ഇവിടുത്തെ വിശ്വാസം മാത്രമല്ല, ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുള്ള ആ ഒരു തിരക്കുകൾ കണ്ടാൽ തന്നെ അറിയാം. ഒരുപാട് പേര് അത് കാര്യസിദ്ധി നടന്നതിന് ശേഷമാണ് അവരെന്ത് വഴിപാടാണോ നടന്നത് അത് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഇവിടെ വന്നിട്ടുള്ളതും ഇവിടെയുള്ള തിരക്കുകളും അവരുടെ കാര്യങ്ങൾ നടന്നിട്ടുള്ളതാണ്. പിന്നെ അത് കൂടാണ്ട് നമ്മളിപ്പോ ചില ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് നമുക്ക് തൊഴേണ്ട രീതികൾ നമുക്ക് അറിയില്ല. പക്ഷെ ഇവിടെ അത് നമുക്ക് പറഞ്ഞു തരാൻ പോലും അതിന്റെ പ്രത്യേകത ഉള്ള ആൾക്കാരുണ്ട്. നമുക്ക് ഒരു തരത്തിലും വിഷമിക്കേണ്ടതില്ല. ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ പോലും നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പൊ നമ്മൾ അമ്മേനെ തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ അതേപോലെ സ്നേഹം കൊണ്ട് തന്നെയാണ് ഈ അമ്പലത്തിലെ ചുറ്റുമുള്ള ആൾക്കാരും നമ്മളോട് പെരുമാറിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇനിയും പോകാത്തവര് അമ്പലത്തിൽ വന്ന് തൊഴുക. നിങ്ങളുടെ എന്ത് വിഷമക്കട്ടെ, അസുഖപരമായിക്കോട്ടെ, വീടുപരമായിക്കോട്ടെ, ദാമ്പത്യപരമായിക്കോട്ടെ, എന്താണോ നിങ്ങളുടെ ബുദ്ധിമുട്ട് അത് നിങ്ങൾ മനം നൊന്ത് ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചാൽ അതെല്ലാം നടക്കും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും അന്തിക്കാട് വള്ളൂർ ആലുംതാഴം ശ്രീ മഹാവരാഹി ദേവി ക്ഷേത്രത്തിലേക്ക് എത്തുക. അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കുക. എല്ലാവർക്കും നന്ദി.